ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം LDCയുടെ പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചൊക്കെ ക്ലാസ്സുകൾ നൽകുന്ന ചാനൽസ് എൻ്റെ അറിവിൽ വേറെ ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആണ് അല്ലേ. നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ ഒരു ദിവസം തന്നെ എല്ലാം ഒരേ ടോപ്പിക്ക് തന്നെയല്ല, നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, PYQ ഡിസ്കഷൻ, അതുപോലെ തന്നെ എന്താണ് കലാകായികം, സാഹിത്യ, സംസ്കാരം, ഈ പറയുന്ന എല്ലാ മേഖലകളും കൂടെ ചേർന്നാണ് നമ്മൾ 6 ക്ലാസ്സുകൾ ഒരു ദിവസം നൽകുന്നത്. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലത്ത് 6 മണിക്കാണ്. 6 മണിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, 9 മണിക്ക്, 12 മണിക്ക്, രാത്രി വൈകുന്നേരം 3 മണിക്ക്, രാത്രി 8 മണിക്ക്, പിന്നെ 10:30. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകളുടെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാരണം ചിലവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ വരാതെ വരാം. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഷെയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവാതെ കാണാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇഡിയംസ് ആണ്. ഇഡിയംസ് എന്ന് പറയുന്നത് ഒരുപാട് ഇഡിയംസ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട PS റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള 100 ഇഡിയംസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതും ചെറിയ കണക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്, കോഡ്സും കണക്ഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന കോഡും ആ ഇഡിയവും തമ്മിലൊന്നും, അതിൻ്റെ അർത്ഥവും തമ്മിലൊന്നും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമുക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും ഓർക്കണം, മാർക്ക് കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കണക്ഷൻസും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഡിയംസ് അതിൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ഇഡിയം, പുൾ സംവൺസ് ലെഗ്. പുൾ സംവൺസ് ലെഗ് മീൻസ് ജോക്ക് വിത്ത് സംവൺ. ഇപ്പോൾ ഒരാളുടെ കാലി പിടിച്ച് വലിക്കുക, നമ്മളൊരു തമാശയ്ക്ക് അല്ലെങ്കിൽ കാല് വരിക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു മീനിങ് ആണ്. അപ്പോൾ ജോക്ക് വിത്ത് സംവൺ, കളിയാക്കുക. ഓക്കെ, അപ്പോൾ പുൾ സംവൺസ് ലെഗ് എന്താണ്? ജോക്ക് വിത്ത് സംവൺ. അത് നമുക്ക് ഓർക്കാവുന്നതാണ് അല്ലേ. അടുത്തത് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് എന്നാണ് മീനിങ്. അപ്പോൾ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ്, ഇവിടെ ആം ഉണ്ട്, ലെഗ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈക്കും കാലിനൊക്കെ എന്തെങ്കിലും അപകടം പറ്റി കയ്യോ കാലോ ഒക്കെ പോയി എന്ന് വിചാരിക്കാം. തിരിച്ച് നമുക്കത് കയ്യും കാലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർക്കാം, കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ്. അടുത്തത് പുൾ ദ പ്ലഗ്. പുൾ ദ പ്ലഗ് മീൻസ് പ്രിവെൻറ്റ് സംതിങ് ഫ്രം കണ്ടിന്യൂയിങ്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക, തടസ്സപ്പെടുത്തുക. ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് പുൾ ദ പ്ലഗ് എന്ന് പറയുക. അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഷീൻ, ഇപ്പോൾ മിക്സിയോ അല്ലെങ്കിൽ എന്താണ് ഫ്രിഡ്ജോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പ്ലഗ് നമ്മൾ പെട്ടെന്ന് വലിച്ചിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രവർത്തനം അവിടെ തടസ്സപ്പെടും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ, അതിൻ്റെ പ്രവർത്തനം, തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുൾ ദ പ്ലഗ് മീൻസ് പ്രിവെൻറ്റ് സംതിങ് ഫ്രം കണ്ടിന്യൂയിങ്. കിട്ടിയോ? അടുത്തത് ടേൺ ദ ടേബിൾ. ടേബിൾ നമ്മൾ ടേൺ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഇരിക്കുന്ന കാര്യങ്ങൾ റിവേഴ്സ് ആവും അല്ലേ. അതുപോലെ തന്നെ റിവേഴ്സ് ദ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി. ടേൺ ദ ടേബിൾ മീൻസ് എന്താ? റിവേഴ്സ് ദ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി. അടുത്തത് ഇൻ എ പിക്കിൾ. ഇൻ എ പിക്കിൾ മീൻസ് ഇൻ എ ട്രബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പിക്കിൾ മീൻസ് നമുക്ക് അച്ചാറുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇൻ എ പിക്കിൾ, ഇപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഒരുപാട് കഴിക്കുന്നത് എന്താ, നമുക്ക് പ്രശ്നമുള്ളൊരു കാര്യമാണ് അല്ലേ, നമ്മുടെ വയറ്റിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഇൻ എ ട്രബിൾ അങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം. അടുത്തത് ഹാൻഡ് ആൻഡ് ഇയേഴ്സ്. ഹാൻഡ് ആൻഡ് ഇയേഴ്സ് മീൻസ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ നമ്മുടെ കൈയും ചെവിയും എല്ലാം ഉണ്ട് അല്ലേ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൈയും ചെവിയും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു രീതിക്ക് കംപ്ലീറ്റ്ലി എന്നുള്ളൊരു മീനിങ്ങിൽ എടുക്കാം. അടുത്തത് ഇൻ കോൾഡ് ബ്ലഡ്. ഇൻ കോൾഡ് ബ്ലഡ് മീൻസ് വിത്തൗട്ട് ഫീലിംഗ്. വിത്തൗട്ട് ഫീലിംഗ്. അപ്പോൾ ഒരു വികാരവും ഇല്ലാതെ, എന്താ പറയുക, കോൾഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു വികാരവും ഇല്ലാതെ നമ്മൾ ഈ മർഡറൊക്കെ ചെയ്യുന്ന സമയത്ത് പറയില്ലേ, കോൾഡ് ബ്ലഡ് മർഡർ അല്ലേ. അപ്പോൾ അതാണ് വികാരമൊന്നും ഇല്ലാതെ. അപ്പോൾ ഇൻ കോൾഡ് ബ്ലഡ്, വിത്തൗട്ട് ഫീലിംഗ് ആണ് കേട്ടോ. അടുത്തത് കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ മീൻസ് സ്റ്റോപ്പ് വർക്കിംഗ്. സ്റ്റോപ്പ് വർക്കിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വർക്കൊന്നുമില്ല, നമ്മൾ വർക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നായിരിക്കും നമ്മൾ എല്ലാവരെയും കോളൊക്കെ ചെയ്യുന്നത് അല്ലേ, നമ്മുടെ ലീവൊക്കെ കിട്ടുന്ന ദിവസം. അപ്പോൾ നമ്മൾ വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ദിവസമായിരിക്കും നമ്മൾ എല്ലാവരെയും കോൾ ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിൽ കോൾ ഇറ്റ് എ ഡേ, സ്റ്റോപ്പ് വർക്കിംഗ്. അങ്ങനെ ഓർക്കാലോ. ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്.
അടുത്തത് ടേക്ക് സംബഡി ഫോർ എ റൈഡ്. ഇതൊന്നും ആ വേർഡ്സുമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാതെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ആ വേർഡ്സ് കാണുമ്പോൾ നമുക്ക് എന്താണ് അത് കിട്ടണം, ആൻസർ കിട്ടണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ടേക്ക് സംബഡി ഫോർ എ റൈഡ് മീൻസ് ചീറ്റ് ആണ്. ടേക്ക് സംബഡി ഫോർ എ റൈഡ് മീൻസ് ചീറ്റ്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരാളെ ടേക്ക് സംബഡി ഫോർ എ റൈഡ്, ഞാനിപ്പോൾ നിന്നെ റൈഡിന് കൊണ്ടുപോകാം, ആരെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നു നമുക്ക് വൈകുന്നേരം ഒരു റൈഡിന് പോവാം എന്ന് പറഞ്ഞു. പക്ഷേ ആ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ വന്നില്ല അല്ലെങ്കിൽ ചെയ്തു കൊടുത്തില്ല. അപ്പോൾ എന്താണ് അവിടെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ്ങിൽ ജസ്റ്റ് അങ്ങനെ നമുക്ക് ഓർക്കാം അല്ലേ. അപ്പോൾ ചീറ്റ്, ടേക്ക് സംബഡി ഫോർ എ റൈഡ്, ചീറ്റ്. അടുത്തത് സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ മീൻസ് നീറ്റ് ആൻഡ് ടൈഡി ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പിക്ക് ചെയ്യുന്നു, എന്ത് പിക്ക് ചെയ്യുന്നു, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പിക്ക് ചെയ്ത് അപ്പുറത്തുള്ള ഒരു പാനിൽ കൊണ്ടിടും. അപ്പോൾ അങ്ങനെ നമ്മൾ വീടൊക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആക്കും അല്ലേ. ആ ഒരു രീതിക്ക് ഓർക്കാം, നമ്മൾ പിക്ക് ചെയ്ത് പാനിലൊക്കെ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ വീട് നീറ്റ് ആൻഡ് ടൈഡി ആക്കുന്നത് എന്നുള്ള രീതിക്ക് സ്പിക്ക് ആൻഡ് സ്പാൻ എന്തായിട്ട് ഓർക്കാം, നീറ്റ് ആൻഡ് ടൈഡി. അടുത്തത് ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റൊമക്ക്. ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റൊമക്ക് മീൻസ് ടു ബി വെരി നെർവസ്. അപ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ എന്താണ് ഭയങ്കര നെർവസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിലൊക്കെ ഒരു പതപ്പൊക്കെ ഉണ്ടാവും അല്ലെ, പതപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റൊമക്ക് മീൻസ് ടു ബി വെരി നെർവസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഓം ശാന്തി ഓശാന എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, അതിൽ നസ്രിയ പറയുന്നത് കണ്ടിട്ടില്ലേ, എൻ്റെ സ്റ്റൊമക്കിലൊക്കെ ഇങ്ങനെ കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഇങ്ങനെ പറക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അതാണ് ടു ബി വെരി നെർവസ് ആവുന്നതുകൊണ്ടാണ് ബട്ടർഫ്ലൈ ഇൻ ദ സ്റ്റൊമക്ക് ആ ഒരു മീനിങ് പറയുന്നത്. അടുത്തത് ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ പൈ ഓർഡർ മീൻസ് ഇൻ എ പെർഫെക്റ്റ് ഓർഡർ. എങ്ങനെ ഓർക്കാം, നമ്മളിപ്പോൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആപ്പിളൊക്കെ നല്ല ഭംഗിക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ, ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു പിരമിഡിൻ്റെയൊക്കെ ഷേപ്പിൽ ആപ്പിൾ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാറില്ലേ. അപ്പോൾ അതൊരു ഓർഡറിലല്ലേ, ഒരു പെർഫെക്റ്റ് ഓർഡറിലാണ് അടുക്കി വെക്കാറുള്ളത് അല്ലേ. അപ്പോൾ ആപ്പിൾ പൈ ഓർഡർ മീൻസ് ഇൻ എ പെർഫെക്റ്റ് ഓർഡർ. അടുത്തത് ബ്രേക്ക് എ ലെഗ് മീൻസ് ബെസ്റ്റ് വിഷസ് കേട്ടോ. ബെസ്റ്റ് വിഷസ് നമ്മൾ പറയുന്നത് ഒരു ഓപ്പോസിറ്റ് മീനിങ്ങിൽ ബെസ്റ്റ് വിഷസ് പറയുന്നതിനെയാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുക കേട്ടോ. ബ്രേക്ക് എ ലെഗ് അതൊന്ന് ജസ്റ്റ് ഓർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ഒക്കെ ആകുമെന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രണയിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ബ്രേക്കപ്പ് ആകും അല്ലേ. അപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്കപ്പ് ആകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് ശരിക്കും ചെയ്യാറില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രേക്കപ്പ് ആയിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ബെസ്റ്റ് വിഷസ് ഒക്കെ നേർന്ന് നല്ല രീതിക്ക് ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലത് എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഓർക്കാം കേട്ടോ. ബ്രേക്കപ്പ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിക്ക് ബെസ്റ്റ് വിഷസ് ഒക്കെ നേർന്നിട്ട് നല്ല രീതിക്ക് മാറുക എന്നുള്ള രീതിക്ക് ബ്രേക്ക് എ ലെഗ് ബെസ്റ്റ് വിഷസ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് വോട്ട് വിത്ത് യുവർ ഫീറ്റ് മീൻസ് ഷോയിങ് യുവർ ഡിസപ്രൂവൽ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് വോട്ട് വിത്ത് യുവർ ഫീറ്റ്, നമ്മൾ സാധാരണ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ഹാൻഡ് അല്ലേ, നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുക. പക്ഷേ അതിന് വരെ നമ്മൾ കാല് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ വോട്ട് ചെയ്യാനുള്ളൊരു നമുക്കൊരു ഇഷ്ടമില്ലായ്മയല്ലേ അവിടെ കാണിക്കുന്നത്. ഷോയിങ് യുവർ ഡിസപ്രൂവൽ ആണ്. ഓക്കെ, വോട്ട് വിത്ത് യുവർ നമ്മൾ സാധാരണ ഹാൻഡ് കൊണ്ടാണ്, അത് ഫീറ്റ് കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, നമുക്ക് താല്പര്യം ഇല്ല എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ ഷോയിങ് യുവർ ഡിസപ്രൂവൽ അങ്ങനെ നമുക്ക് ഓർക്കാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ ഞാൻ വായിക്കാം. പുൾ സംവൺസ് ലെഗ് മീൻസ് ജോക്ക് വിത്ത് സംവൺ. കോസ്റ്റ് ആൻഡ് ആം ആൻഡ് ലെഗ് വെരി എക്സ്പെൻസീവ്. പുൾ ദ പ്ലഗ് പ്രിവെൻറ്റ് സംതിങ് ഫ്രം കണ്ടിന്യൂയിങ്. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. ടേൺ ദ ടേബിൾ റിവേഴ്സ് ദ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി. ഇൻ എ പിക്കിൾ ഇൻ എ ട്രബിൾ. ഹാൻഡ് ആൻഡ് ഇയേഴ്സ് കംപ്ലീറ്റ്ലി. ഇൻ കോൾഡ് ബ്ലഡ് മീൻസ് വിത്തൗട്ട് ഫീലിംഗ്. കോൾ ഇറ്റ് എ ഡേ, സ്റ്റോപ്പ് വർക്കിംഗ്. ടേക്ക് സംബഡി ഫോർ എ റൈഡ്, ചീറ്റ്. സ്പിക്ക് ആൻഡ് സ്പാൻ, നീറ്റ് ആൻഡ് ടൈഡി. ബട്ടർഫ്ലൈ ഇൻ എ സ്റ്റൊമക്ക്, to be very nervous. Apple pie order in a perfect order. Break a leg, best wishes. Vote with your feet, showing your disapproval. Okay. അടുത്തത് flash in the pan means success which is not repeated. ഇപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പാനിൽ നമ്മൾ ഫ്ലാഷൊക്കെ ഇങ്ങനെ തീയൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഒരു കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അല്ലേ, ഹോട്ടലിൽ ഷെഫുകളൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ പാനിൽ ഇങ്ങനെ തീ കത്തിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ്. അത് അബദ്ധവശാൽ ഒരിക്കൽ കത്തി, അത് എപ്പോഴും ചെയ്യുമോ? എപ്പോഴും വരുമോ? ഇല്ല. നമ്മളൊക്കെ ചെയ്യുമ്പോൾ അബദ്ധത്തിൽ ഒരു തവണയേ വരുള്ളൂ അല്ലേ, പിന്നെ അത് റിപ്പീറ്റ് ആയിട്ട് വരില്ല. ആ ഒരു രീതിയിൽ ഫ്ലാഷ് ഇൻ ദ പാൻ മീൻസ് സക്സസ് വിച്ച് ഈസ് നോട്ട് റിപ്പീറ്റഡ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ആ ഒരു രീതിക്ക് നമുക്ക് ഓർക്കാം. ഫ്ലാഷ് ഇൻ ദ പാൻ മീൻസ് സക്സസ് വിച്ച് ഈസ് നോട്ട് റിപ്പീറ്റഡ്. ഓക്കെ. അടുത്തത് ബാക്ക് ടു സ്ക്വയർ മീൻസ് ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ചു പോവാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ വരയ്ക്കാമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു ഇങ്ങനെ നമ്മൾ തിരിച്ചെവിടെ തന്നെ എത്തി, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മൾ എവിടെയാണോ വരച്ച് തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ചെത്തി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ.
അപ്പോൾ ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് ബാക്ക് ടു എങ്ങോട്ടാണ് പോകുന്നത്? ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓർക്കാം, ഒരു സ്ക്വയർ വരയ്ക്കുമ്പോൾ നമ്മൾ വരച്ച് തുടങ്ങിയ സ്ഥലത്താണ് അവസാനം എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ മീൻസ് 13 എന്നാണ് മീനിങ്. അപ്പോൾ നമുക്ക് ഡസൻ എന്ന് പറഞ്ഞാൽ അറിയാം 12 ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ ഇപ്പോൾ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, അപ്പോൾ നമ്മൾ എന്ത് പറയുകയാണ്, ഒരു ഡസൻ ഇത് തരൂ എന്ന് പറഞ്ഞാൽ 12 എണ്ണം തരണം അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇത്രയെണ്ണം വാങ്ങിച്ചതല്ലേ, ഒരെണ്ണം കൂടെ വെച്ചോ എന്ന് പറഞ്ഞ് എക്സ്ട്രാ ഒരെണ്ണം തരുവാന്ന് വിചാരിക്കാം. അപ്പോൾ എത്ര എണ്ണമായി? 13 ആയി അല്ലേ. ഇപ്പോൾ സാധാരണ ഡസൻ എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ ബേക്കറിയിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ അവർ എക്സ്ട്രാ ഒരെണ്ണം കൂടെ തരുന്നുള്ള രീതിക്ക് 13 എന്നുള്ളത് ഓർത്തിരിക്കാമല്ലോ. ബേക്കേഴ്സ് ഡസൻ. അടുത്തത് കോസ്റ്റ് ദി എർത്ത്. കോസ്റ്റ് ദി എർത്ത് മീൻസ് കോസ്റ്റ്ലി. നമ്മളിപ്പോൾ വിചാരിക്കാം നമ്മുടെ ഈ എർത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഭയങ്കര കോസ്റ്റ്ലി അല്ലേ, ആ രീതിക്ക് ഓർത്താൽ മതി. കോസ്റ്റ് ദ എർത്ത് മീൻസ് എർത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ അത് കോസ്റ്റ്ലി ആണ്. അടുത്തത് സ്ക്വയർ മീൽ. സ്ക്വയർ മീൽ മീൻസ് ന്യൂട്രീഷ്യസ് മീൽ എന്നാണ് കേട്ടോ. ന്യൂട്രീഷ്യസ് മീൽ എങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? മീൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് അല്ലേ, ഭക്ഷണമാണ്. അത് നമ്മൾ സ്ക്വയർ ആയിട്ട് കഴിക്കുക. അതായത് മീൽ എന്ന് പറയുന്നത് നമ്മൾ 2 തവണ കഴിക്കുന്നത്. നമ്മൾ മാത്സിലൊക്കെ എഴുതില്ലേ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ സ്ക്വയർ മീൽ എന്ന് പറയുമ്പോൾ നമ്മൾ 2 തവണ മീൽ സ്ക്വയർ കഴിച്ചു പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരുപാട് നല്ല ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര ന്യൂട്രീഷ്യസ് ആണെന്നുള്ള രീതിക്ക് ഓർത്തിരിക്കാം. അപ്പോൾ സ്ക്വയർ മീൽ, ന്യൂട്രീഷ്യസ് മീൽ. മീൽസ് നമ്മൾ 2 തവണ നല്ല ഫുഡൊക്കെ കഴിക്കുക, അപ്പോൾ ന്യൂട്രീഷ്യസ് മീലാണ്. ഓക്കെ, അടുത്തത് എ ക്യാപ്പ് ഇൻ ദ ഹാൻഡ്. എ ക്യാപ്പ് ഇൻ ദ ഹാൻഡ് മീൻസ് ഹംബ്ലി. അതായത് നമ്മൾ എന്താണ്, ഒരു വിനയം, മര്യാദ, റെസ്പെക്റ്റ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോൾ നമ്മൾ എന്താണ്, ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരാൾ വരുമ്പോൾ അവരോടുള്ള ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മുണ്ടൊക്കെ ഇങ്ങനെ കുത്തി മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പതിയെ ആ കുത്തൊക്കെ അഴിച്ചിടും അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ക്യാപ്പൊക്കെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ മുണ്ടെടുക്കാതെ, ഇപ്പോൾ സായിപ്പന്മാരൊക്കെ ആണെങ്കിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അവർ ആ ഒരു റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് തലയിലിട്ടിരിക്കുന്ന തൊപ്പിനെ എന്ത് ചെയ്യും, അവരെടുത്ത് കയ്യിൽ പിടിക്കും എന്നുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം. അപ്പോൾ എ ക്യാപ്പ് ഇൻ ദ ഹാൻഡ്, ഹംബ്ലി. ഓക്കെ, മീനിങ് എന്താ? ഹംബ്ലി. അടുത്തത് ഹോൾ ഇൻ ദ വാൾ. ഹോൾ ഇൻ ദ വാൾ മീൻസ് സീക്രട്ട്. നമുക്ക് ഓർക്കാമല്ലോ, നമ്മളിപ്പോൾ ഒരാളുടെ സീക്രട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ, ഒരാളിപ്പോൾ ഒരു ചുമരിൽ ഹോളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെയാണ് എന്തെങ്കിലും സീക്രട്ട് കാര്യങ്ങൾ കേൾക്കാനോ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനൊക്കെയാണ് ഹോൾ ഇൻ ദ വാൾ അല്ലേ. വാളിൽ ഹോൾ ഇടുക എന്നുള്ള രീതിയിൽ സീക്രട്ട് ഓർത്തിരിക്കാമല്ലോ. അടുത്തത് എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വെരി ഈസിലി. വെരി ഈസിലി എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ, വെരി ഈസി, എ പീസ് ഓഫ് കേക്ക്. അപ്പോൾ നമുക്കത് ഓർത്തിരിക്കാൻ വേണ്ടി എന്താ, ഒരു പീസ് കേക്ക് നമ്മൾ കഴിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എ പീസ് ഓഫ് കേക്ക്, ഒരു പീസ് ഓഫ് കേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളത് കഴിച്ചു തീർക്കും അല്ലേ. അങ്ങനെ ഓർക്കാം, എ പീസ് ഓഫ് കേക്ക്. അടുത്തത് കാസ്റ്റ് അയേൺ സ്റ്റൊമക്ക്. കാസ്റ്റ് അയേൺ സ്റ്റൊമക്ക് മീൻസ് ഏബിൾ ടു ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ്. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എന്ത് കഴിക്കാം കുടിക്കാം എന്നുള്ളൊരു അവസ്ഥയാണ് കാസ്റ്റ് അയേൺ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റ് അയേൺ സ്റ്റൊമക്കാണ്, അപ്പോൾ എന്ത് കഴിച്ചാലും അവിടെ ബാധിക്കത്തില്ല, അയേൺ സ്റ്റൊമക്കാണ് എന്നുള്ള രീതിക്ക് ഓർത്തിരിക്കാം. അടുത്തത് ക്രൈ വോൾഫ്. ക്രൈ വോൾഫ് മീൻസ് ടു മേക്ക് എ ഫോൾസ് അലാം. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ക്രൈ വോൾഫ് അല്ലെ, ചെന്നായിയുടെ കരച്ചിൽ എന്നുള്ളൊരു മീനിങ്. നമ്മൾ പണ്ട് ചെന്നായിയുടെ നമ്മൾ കഥ പഠിച്ചിട്ടുണ്ടല്ലേ, ആട്ടിൻ തോലിട്ടിട്ട് വന്ന ചെന്നായ അല്ലേ. അപ്പോൾ ആട്ടിൻ തോലിട്ടിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ എന്താ, ഒരു ഫാൾസ് അലാം അല്ലേ, ടു മേക്ക് എ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ടു മേക്ക് എ ഫോൾസ് അലാം ഓർക്കാലോ. അടുത്തത് ക്യൂരിയസ് കിൽസ് ദ ക്യാറ്റ്. ക്യൂരിയസ് കിൽസ് ദ ക്യാറ്റ് മീൻസ് ബീയിങ് ഇൻക്വിസിറ്റീവ് ക്യാൻ ലീഡ് യു ടു ഡേഞ്ചറസ് സിറ്റുവേഷൻ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് അപകടത്തിലാണ് ചെന്നെത്തുക എന്നുള്ളൊരു മീനിങ്. അതായത് കുളിപ്പിച്ച് കുഞ്ഞില്ലാതാവുക എന്നൊക്കെ പറയില്ലേ നമ്മുടെ മലയാളത്തിൻ്റെ ചൊല്ല്, അതുപോലെ ക്യൂരിയസ് കിൽസ് ദ ക്യാറ്റ്. നമ്മൾ ഒരുപാട് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഒരുപാട് ശ്രദ്ധയോടുകൂടി നോക്കി നമ്മൾ അവസാനം അപകടത്തിൽ ചെന്നെത്തുന്നുള്ളൊരു മീനിങ് ആട്ടോ. അപ്പോൾ ക്യൂരിയസ് കിൽസ് ദ ക്യാറ്റ്, ആ ഒരു മീനിങ് എടുക്കാം. അടുത്തത് ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ് എന്ന് പറഞ്ഞാൽ ടു ഡ്രിങ്ക് ഹെവിലി, നന്നായിട്ട് കുടിക്കുക വെള്ളം. അപ്പോൾ ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ്. ഇപ്പോൾ ഫിഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ളത്തിലല്ലേ ജീവിക്കുന്നത്, അപ്പോൾ അവർ ഒരുപാട് വെള്ളം കുടിക്കത്തില്ലേ, അപ്പോൾ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക എന്നുള്ളൊരു മീനിങ്ങിൽ എടുത്താൽ മതി. അപ്പോൾ ഡ്രിങ്ക്സ് ലൈക്ക് എ ഫിഷ് മീൻസ് ടു ഡ്രിങ്ക് ഹെവിലി. അടുത്തത് അറ്റ് ദ 11th അവർ. അറ്റ് ദ 11th അവർ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 12 വരെയല്ലേ ഉള്ളത്, അപ്പോൾ അതിന് തൊട്ട് മുൻപുള്ള സമയമാണ് എന്ത്, 11 അല്ലേ. അപ്പോൾ 11 എത്തുക എന്ന് പറയുമ്പോൾ എന്താ, ലാസ്റ്റ് മൊമെൻറ്റ് എത്തിയല്ലേ, 12ലേക്ക് എത്താൻ കുറച്ചേ ഉള്ളൂ, ലാസ്റ്റ് മൊമെൻ്റ് ആണ്. ഓക്കെ, അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് ആണ് അറ്റ് ദ 11th അവർ എന്ന് പറയുന്നത്. അടുത്തത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ മീൻസ് അൺകംഫർട്ടബിൾ പൊസിഷൻ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം, ഒരു മീനിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, വെള്ളത്തിന് പുറത്തേക്ക് ഇടാണ്. മീൻ വെള്ളത്തിൽ മാത്രമല്ലേ ജീവിക്കത്തുള്ളൂ, അതിനെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ അതെന്താണ്, അൺകംഫർട്ടബിൾ ആവത്തില്ലേ, അതുപോലെ തന്നെ അൺകംഫർട്ടബിൾ പൊസിഷനാണ്. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഫ്ലാഷ് ഇൻ ദ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ് വിച്ച് ഈസ് നോട്ട് റിപ്പീറ്റഡ്.
ബാക്ക് ടു സ്ക്വയർ. പറഞ്ഞ ട്രിക്സ് ഓർമ്മ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ബാക്ക് ടു സ്ക്വയർ മീൻസ് ബാക്ക് ടു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ബേക്കേഴ്സ് ഡസൻ മീൻസ് 13. കോസ്റ്റ് ദി എർത്ത് കോസ്റ്റ്ലി. സ്ക്വയർ മീൽ മീൻസ് ന്യൂട്രീഷ്യസ് മീൽ. എ ക്യാപ്പ് ഇൻ ദ ഹാൻഡ് മീൻസ് ഹംബ്ലി. ഹോൾ ഇൻ ദ വാൾ സീക്രട്ട്. എ പീസ് ഓഫ് കേക്ക്. എ ടാസ്ക് ദാറ്റ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് വെരി ഈസിലി. Cast iron stomach means able to eat or drink anything. Cry wolf means to make a false alarm. Curious kills the cat means being inquisitive can lead you to dangerous situation. Drinks like a fish means to drink heavily. At the 11th hour means at the last moment. A fish out of water means uncomfortable position. Next, hit the hay. Hit the hay means to go to bed or sleep. അതായത് പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്ന അതിനെയാണ് ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പണ്ടുള്ളവരൊക്കെ ഈ വൈക്കോല് പുറത്തൊക്കെ ഇങ്ങനെ എന്താ ഒരു കട്ടിലൊക്കെ ഇട്ട് അതിൽ മേത്ത് വൈക്കോലൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ ഒരു ബെഡിലൊക്കെ കിടക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലരൊക്കെ വൈക്കോലിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലർ കിടക്കുന്നത് അങ്ങനെയായിരിക്കും, വൈക്കോലിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഗോ ടു ബെഡ് അല്ലെങ്കിൽ സ്ലീപ്പ് എന്ന് പറയുന്നതിനെ ഹിറ്റ് ദ ഹേ എന്നുള്ളത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹിറ്റ് ദ ഹേ മീൻസ് ഗോ ടു ബെഡ് ഓർ സ്ലീപ്പാണ്. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് മീൻസ് എന്താ, ഡൈ ആണ്, ഡൈ കേട്ടോ. കിക്ക് ദ ബക്കറ്റ്. ഇപ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ബക്കറ്റ് എന്ന് പറയുന്നത് വലിയൊരു പാറ പോലെ അത്രയും വലിയൊരു സാധനമല്ലേ. അപ്പോൾ അവർ അതിനെ പോയിട്ടൊക്കെ ഇങ്ങനെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടമല്ലേ, ആ ഒരു രീതിക്ക് എടുത്താൽ മതി കേട്ടോ. കിക്ക് ദ ബക്കറ്റ് മീൻസ് ഡൈ ആണ്. റെഡ് ലെറ്റർ ഡേ. റെഡ് ലെറ്റർ ഡേ മീൻസ് മെമ്മറബിൾ ഡേ ആണ് കേട്ടോ. അത് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോട്ട്സൊക്കെ ബുക്കിൽ ഇങ്ങനെ എഴുതുവാണ്. എഴുതിയിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അണ്ടർലൈൻ ചെയ്യുന്നത്, റെഡ് കളർ വെച്ചിട്ടാണ് അല്ലേ, റെഡ് കളർ വെച്ചിട്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, നമുക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ മെമ്മറബിൾ ഡേ അങ്ങനെ ഓർത്തൂടെ. അപ്പോൾ റെഡ് എന്ന് പറയുന്നത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെഡ് ലെറ്റർ ഡേ മീൻസ് മെമ്മറബിൾ ഡേ. ഓക്കെ. അടുത്തത് സ്മെൽ എ റാറ്റ്. സ്മെൽ എ റാറ്റ് മീൻസ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. അതായത് എന്തോ ഒരു അപകടം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മുന്നേ കൂട്ടി സെൻസ് ചെയ്യുവാണ്. അപ്പോൾ സ്മെൽ എ റാറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം ഈ എലിയൊക്കെ റാറ്റൊക്കെ നമുക്ക് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ എന്താണ്, അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ എന്താ, നമുക്കൊരു അപകടം അല്ലേ, അത് ചത്തുപോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് തന്നെയാണ് അവിടെ ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് നമുക്ക് ഡേഞ്ചർ അവിടെ സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്മെൽ എ റാറ്റ് മീൻസ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. അടുത്തത് എ സ്കെലിട്ടൺ ഇൻ ദ കബോർഡ് മീൻസ് ആൻ എംബ്രാസിങ് ഫാക്ട് ടു ബി കെപ്റ്റ് സീക്രട്ട്. അപ്പോൾ ഇതെങ്ങനെ ഓർക്കാം, നമ്മളിപ്പോൾ ഒരാളെ കൊന്നു, അയാളുടെ സ്കെലിട്ടൺ നമ്മളൊരു കബോർഡിൽ സൂക്ഷിച്ചു, അതെന്താണ്, സീക്രട്ട് അല്ലേ. അപ്പോൾ ആൻ എംബ്രാസിങ് ഫാക്ട് ടു കെപ്റ്റ് സീക്രട്ട്, അതാണ് എ സ്കെലിട്ടൺ ഇൻ ദി കബോർഡ്. അടുത്തത് ഫ്ലൈ ഇൻ ടു എ പാഷൻ. ഫ്ലൈ ഇൻ ടു എ പാഷൻ മീൻസ് ടു ബിക്കം ആംഗ്രി സഡൻലി. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഭയങ്കര നമുക്ക് പാഷനായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ കുക്ക് ചെയ്യുക ഭയങ്കര പാഷനാണ്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പാഷനായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്കൊരു ഫ്ലൈ വന്നാലോ നമ്മളെന്താ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അല്ലേ. ആംഗ്രി, ടു ബിക്കം ആംഗ്രി സഡൻലി, ആ ഒരു രീതിക്ക് ഓർക്കുക കേട്ടോ. നമുക്ക് ഭയങ്കര പാഷനുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്ലൈ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആംഗ്രി ആവും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അടുത്തത് കട്ട് എ പുവർ ഫിഗർ. കട്ട് എ പുവർ ഫിഗർ മീൻസ് ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് പുവർ ഫിഗർ എന്ന് പറയുമ്പോൾ പുവർ ആയിട്ടുള്ള ഒരു ഫിഗർ, ഇപ്പോൾ ഒരു 5 എന്ന് പറയുന്നൊരു മാർക്ക് നമുക്ക് 50ൽ 5 മാർക്കേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. 5 എന്ന് പറയുന്നൊരു ഫിഗറാണ് നമുക്ക് മാർക്ക് കിട്ടിയത്. അതെങ്ങനെയാണ്, ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ അല്ലേ, ആണ് അല്ലേ. അപ്പോൾ കട്ട് എ പുവർ ഫിഗർ എന്ന് പറയുമ്പോൾ ടു പുട്ട് എ ബാഡ് ഇംപ്രഷൻ. അടുത്തത് ഹൈ ആൻഡ് ഡ്രൈ. ഹൈ ആൻഡ് ഡ്രൈ മീൻസ് ഐസൊലേറ്റ്. ഇതെങ്ങനെ ഓർക്കാം, നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം കൊറോണയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഹൈ ഫീവർ വന്നു, ഡ്രൈ കഫ് വന്നു, അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്താ, നമ്മളെ ഐസൊലേഷൻ ചെയ്യും. ഓക്കെ, ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റും എന്നുള്ളൊരു രീതിയിലൊക്കെ നമുക്കത് ഓർക്കാം അല്ലേ. അപ്പോൾ ഹൈ ആൻഡ് ഡ്രൈ, ഐസൊലേറ്റഡ്. അടുത്തത് റൈഡ് ദ ഹൈ ഹൗസ്. റൈഡ് ദ ഹൈ ഹോഴ്സ് മീൻസ് അപ്പിയർ അറഗൻറ്റ്, ഒരു ധിക്കാരമൊക്കെ കാണിക്കുക അല്ലേ. അപ്പോൾ റൈഡ് ദ ഹൈ ഹോഴ്സ്, ഇപ്പോൾ നമുക്ക് ഒരു പൊക്കമുള്ള ഒരു ഹൈ ഹോഴ്സ് ഉണ്ട്, പൊക്കമുള്ളൊരു കുതിരയുണ്ട്, അതിൻ്റെ മേലെ കയറല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താണ് ഭയങ്കര തിമിര് പിടിച്ച് അതിൻ്റെ മേലെ കയറി അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ തോന്ന് താഴെ വീഴും അല്ലേ. നമ്മൾ സമ്മർ ഇൻ ബത്ലഹേം എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജു വാര്യർക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് വീഴുന്ന കണ്ടിട്ടില്ലേ, ഭയങ്കര അറഗൻ്റായിട്ട് കയറിയതാണ് അല്ലേ, കയറല്ലേ എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടാണ് വീഴുന്നത്. അപ്പോൾ അതുപോലെ റൈഡ് ദ ഹൈ ഹോഴ്സ് മീൻസ് അപ്പിയർ അറഗൻറ്റ്. ഓക്കെ. അടുത്തത് കെപ്റ്റ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്. കെപ്റ്റ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ് മീൻസ് വെയിറ്റഡ് എക്സ്പെക്റ്റൻ്റ്ലി. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ കോർത്ത് വെച്ച് നമ്മൾ വീട്ടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ കൈകളൊക്കെ കോർത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആരെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് അല്ലേ. ഇപ്പോൾ വൈഫാണെങ്കിൽ ഹസ്ബൻഡിനെ കാത്തിരിക്കും, എങ്ങനെയാണ് ഉമ്മറത്ത് ഇങ്ങനെ കൈകളൊക്കെ കോർത്ത് പിടിച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മളിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു രീതിക്ക് ഓർത്താൽ മതി. കെപ്റ്റ് അവർ ഫിംഗേഴ്സ് ക്രോസ്ഡ്, വെയിറ്റഡ് എക്സ്പെക്റ്റൻ്റ്ലി.
ഇൻ ദ ഫാമിലി വേ. ഇൻ ദ ഫാമിലി വേ മീൻസ് പ്രഗ്നൻ്റ് ആണ്, പ്രഗ്നൻ്റ് കേട്ടോ. അപ്പോൾ അത് നമുക്കറിയാം, പ്രഗ്നൻ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഫാമിലിയിലേക്ക് ഒരാൾ കൂടെ വരുന്നതിനുള്ളൊരു വേ ആണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രഗ്നൻ്റ് ആവുക എന്ന് പറയുന്നത് ഫാമിലിയിലേക്ക് ഒരാൾ കൂടെ വരുന്നു, ആ ഒരു വേ ആണ് പ്രഗ്നൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എ ബേർഡ് ഓഫ് പാസേജ്. എ ബേർഡ് ഓഫ് പാസേജ് മീൻസ് വൺ ഹൂ സ്റ്റേസ് ഫോർ എ ഷോർട്ട് ടൈം. അതായത് കുറച്ച് നേരത്തേക്ക് സ്റ്റേ ചെയ്യുന്ന ആരാണോ അതിനെയാണ് എ ബേർഡ് ഓഫ് പാസേജ് എന്ന് പറയാം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബേർഡ് നമ്മുടെ വീടിൻ്റെ മരത്തിൻ്റെ ചില്ലിൽ വന്നിരുന്നു, അത് അവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല, വന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അത് പോകും അല്ലേ, പറന്ന് പോകും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് വൺ ഹൂ സ്റ്റേസ് ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് നേരമല്ലേ പക്ഷികൾ എവിടെയും ഇരിക്കാറോ, കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും അത് പറന്നു പോകും. അപ്പോൾ അത് തന്നെയാണ് അവിടെ മീനിങ് വരുന്നത്, വൺ ഹൂ സ്റ്റേസ് ഫോർ എ ഷോർട്ട് ടൈം. അടുത്തത് ടു ബി ഇൻ ഡോൾഡ്രംസ് എ പീരീഡ് ഓഫ് ബീങ് സാഡ്. ടു ബി ഡോൾഡ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പീരീഡ് ഓഫ് ബീങ് സാഡ്. ഇതെങ്ങനെ ഓർക്കാം? ഇവിടുത്തെ ഈ ഡോൾ ഡ്രംസ് ഉണ്ട് അല്ലേ, അപ്പോൾ ഈ ഡ്രമ്മൊക്കെ കൊട്ടുന്നത് കണ്ടിട്ടോ നമ്മൾ തമിഴ്നാട്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല വിഷമം ഉണ്ടാവും, പക്ഷേ അവർ ആ വിഷമമൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്? ഡ്രംസൊക്കെ കൊട്ടി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ടു ബി ഇൻ ഡോൾ ഡ്രംസ് മീൻസ് എ പീരീഡ് ഓഫ് ബീങ് സാഡ്. വിഷമമുള്ള സമയത്തായിരിക്കും, പക്ഷേ ഡ്രമ്മൊക്കെ കൊട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് ആ തമിഴ്നാട്ടിലെ മരണപ്പെട്ട ആ ഒരു സീനൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടിക്കോളും. അടുത്തത് സ്റ്റിറപ്പ് ഹോർനെറ്റ്സ് നെസ്റ്റ്. സ്റ്റിറപ്പ് ഹോർനെറ്റ്സ് നെസ്റ്റ് മീൻസ് ക്രിയേറ്റ് ട്രബിൾ ആണ് കേട്ടോ, ക്രിയേറ്റ് ട്രബിൾ, പ്രശ്നം ഉണ്ടാക്കുക. ഇപ്പോൾ ഹോർനെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കടന്നലാണ് അല്ലേ. അപ്പോൾ കടന്നലിൻ്റെ കൂട്ടിലൊക്കെ പോയിട്ട് ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെയല്ലേ, അത് വന്ന് കുത്തത്തില്ലേ. അപ്പോൾ ഹോർനെറ്റിൻ്റെ നെസ്റ്റിൽ പോയിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ പ്രശ്നം ഉണ്ടാക്കണം, ക്രിയേറ്റ് ട്രബിൾ ആണ്. അപ്പോൾ സ്റ്റിറപ്പ് ഹോർനെറ്റ്സ് നെസ്റ്റ് മീൻ ക്രിയേറ്റ് ട്രബിൾ. അടുത്തത് ഗെറ്റ് സംവൺസ് ഗോട്ട്. ഗെറ്റ് സംവൺസ് ഗോട്ട് മീൻസ് ടു അനോയ് സംവൺ, അതായത് ഒരാളെ വിഷമിപ്പിക്കുക. ഇപ്പോൾ ഗെറ്റ് സംവൺസ് ഗോട്ട്, ഇപ്പോൾ നമ്മൾ ആരുടെയെങ്കിലും ആടിനെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് വിഷമാവത്തില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഗെറ്റ് സംവൺസ് ഗോട്ട് മീൻസ് ടു അനോയ് സംവൺ. ഇത്രയും കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ടു ബെഡ് ഓർ സ്ലീപ്പ്. കിക്ക് ദ ബക്കറ്റ് മീൻസ് ഡൈ. റെഡ് ലെറ്റർ ഡേ മെമ്മറബിൾ ഡേ. സ്മെൽ എ റാറ്റ് മീൻസ് ടു സെൻസ് ഡേഞ്ചർ ഇൻ അഡ്വാൻസ്. എ സ്കെലിറ്റൺ ഇൻ ദ കബോർഡ്, an embarrassing fact to kept secret. Fly into a passion, to become angry suddenly. Cut a poor figure means to put a bad impression. High and dry means isolated. Ride and a high horse means appear arrogant. Kept our fingers crossed means waited expectantly. In the family way, pregnant. A bird of passage means one who stays for a short time. To be in doldrums means a period of being sad. Stir up hornet's nest means create trouble. Get someone's got means to annoy someone. Okay? അടുത്തത് കട്ട് ദ മസ്റ്റാർഡ്. കട്ട് ദ മസ്റ്റാർഡ് മീൻസ് ടു സക്സീഡ്, ടു കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ കട്ട് ദ മസ്റ്റാർഡ്, ഇപ്പോൾ നമുക്കറിയാം മസ്റ്റാർഡ് എന്ന് പറയുമ്പോൾ എന്താ, കടുക് അല്ലേ. അപ്പോൾ ഈ മസ്റ്റാർഡൊക്കെ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. മസ്റ്റാർഡൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ നമുക്ക് മസ്റ്റാർഡ് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ, അതൊരു നമ്മുടെ സക്സസ് ആണ് അല്ലേ. അപ്പോൾ ടു സക്സീഡ് ആണ്, വിജയിച്ചു എന്നുള്ളൊരു മീനിങ് അല്ലേ. അപ്പോൾ കട്ട് ദ മസ്റ്റാർഡ് മീൻസ് ടു സക്സീഡ് ആണ്, അല്ലെങ്കിൽ ടു കം അപ്പ് ടു എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്ന മീനിങ് ആണ് കേട്ടോ. അപ്പോൾ മസ്റ്റാർഡൊക്കെ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വിജയിക്കുന്ന രീതിക്ക്, ആ ഒരു രീതിക്ക് എടുക്കാം, ടു സക്സീഡ്. അടുത്തത് ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ്. ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ്സ് മീൻ എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. അതായത് എന്തെങ്കിലും ഒരാളിപ്പോൾ നല്ല രീതിക്ക് ഇരിക്കുവാണ്, അപ്പോൾ അവരെ പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ അവരുടെ എൻജോയ്മെൻറ്റിനെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നൊക്കെ പറയില്ലേ, മറ്റുള്ള ഒരാളുടെ സക്സസ് അല്ലെങ്കിൽ സന്തോഷത്തെ എൻജോയ്മെൻറ്റിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന, സ്പോയിൽ ചെയ്യുന്ന ഒരാൾ അല്ലേ, സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്നതിനാണ് ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് കേട്ടോ. അടുത്തത് ഇൻ എ ബ്രൗൺ സ്റ്റഡി. ഇൻ എ ബ്രൗൺ സ്റ്റഡി മീൻസ് നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നല്ല രീതിയിൽ പഠിക്കുന്നില്ല, നോട്ട് പേയിങ് അറ്റൻഷൻ ആണ്, നമ്മൾ ക്ലാസ്സിലൊന്നും ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഒരു അറ്റൻഷനും ഇല്ലാതെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതല്ലാത്ത പോലെ അല്ലേ. അപ്പോൾ അതിനെയാണ് ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തത് ബോസം ഫ്രണ്ട്. ബോസം ഫ്രണ്ട് മീൻസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് കേട്ടോ, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ബോസം എന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സം എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച്, നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷെ അതിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എത്ര പേരെ ഉണ്ടാവുള്ളൂ, സം അല്ലേ, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബോസം ഫ്രണ്ട്സ്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഹിറ്റ് ദ ബുക്സ്. ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഹിറ്റ് ദ ഹേ എന്ന് പറഞ്ഞിട്ട്, അതെന്താ, പോയി കിടന്ന് ഉറങ്ങാനാണ് പറയുന്നത്. അതുപോലെ ഹിറ്റ് ദ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബുക്കിന് തട്ടുക എന്നുള്ള മീനിങ് അല്ല, സ്റ്റഡി, പഠിക്കുക എന്നുള്ളതാണ്. അടുത്തത് എ സ്ലാപ്പ് ഓൺ റിസ്റ്റ്. എ സ്ലാപ്പ് ഓൺ റിസ്റ്റ് മീൻസ് മൈൽഡ് പണിഷ്മെൻറ്റ്, വളരെ ചെറിയൊരു ശിക്ഷ. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, നല്ല ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ റിസ്റ്റിലോട്ടൊരു തല്ല് കൊടുക്കുമോ, ഇല്ല അല്ലേ, നല്ല അടി വെച്ച് കൊടുക്കും അല്ലേ, നല്ല കവിളത്തിട്ടോ
അല്ലേ, നല്ലൊരു അടി വെച്ച് കൊടുക്കും. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ സ്ലാപ്പ് ചെയ്യണം, ഒരു റിസ്റ്റിൽ കേട്ടോ, റിസ്റ്റിൽ ചെറിയൊരു അടി കൊടുക്കുകയാണ്. അതെന്താണ്, ചെറിയൊരു പണിഷ്മെൻ്റ് അല്ലേ, മൈൽഡ് പണിഷ്മെൻറ്റ്. അടുത്തത് ഫീൽഡ് ഡേ. ഫീൽഡ് ഡേ മീൻസ് ആൻ എൻജോയബിൾ ഡേ. അപ്പോൾ കളിക്കാനൊക്കെ ഫീൽഡിലോട്ടൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടല്ലേ നമ്മൾ കളിക്കുക, ആ ഒരു രീതിക്ക് ഫീൽഡ് ഡേ മീൻസ് ആൻ എൻജോയബിൾ ഡേ. അടുത്തത് ബീറ്റ് അബൌട്ട് ദ ബുഷ്. ബീറ്റ് അബൌട്ട് ദ ബുഷ് മീൻസ് ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദി പോയിന്റ്. അതായത് കാര്യം പറയാതെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് മൂക്ക് പിടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുക. എന്താണോ പറയാൻ ഉദ്ദേശിക്കുക ആ പോയിന്റ് പറയില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയും. അതിനെയാണ് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറയാം. അതിനൊരു അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുറേ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയില്ലേ, ഉർവശിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ ഉർവശീനെ തട്ടിക്കൊണ്ടു വന്ന് കല്യാണമൊക്കെ കഴിച്ചിട്ട് വരുമ്പോൾ ശ്രീനിവാസൻ അത് അവരോട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ആ വീട്ടിലുള്ള ബുഷിൻ്റെ ബാക്കിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചല്ലേ അവിടെ പോയി അവർ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിന് പകരം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ കഥയൊക്കെ പറഞ്ഞ് അവസാനം കൺവിൻസ് ചെയ്തിട്ട് കുഴപ്പമില്ല അങ്ങ് പോന്നോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയുന്നത് കണ്ടിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സീനൊക്കെ ആലോചിച്ച് നോക്കാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അതെവിടെ നിന്നിട്ടാണ്, ബീറ്റ് അബൌട്ട് ദ ബുഷ്. അപ്പോൾ ബുഷിൻ്റെ ഇടയിൽ മറിഞ്ഞ് നിന്നിട്ടൊക്കെയാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടിക്കോളും. ബീറ്റ് അബൌട്ട് ദി ബുഷ്, ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദി പോയിന്റ്. അടുത്തത് ടേക്ക് ദ ഫ്ലോർ. ടേക്ക് ദ ഫ്ലോർ മീൻസ് മേക്ക് എ സ്പീച്ച് ആണ് കേട്ടോ. ടേക്ക് ദ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മേക്ക് എ സ്പീച്ച്. അപ്പോൾ നമ്മൾ ഒരു ഫ്ലോർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് അങ്ങോട്ട് സ്പീച്ച് അല്ലേ, നന്നായി പ്രസംഗിക്കുന്നുള്ളൊരു മീനിങ് കേട്ടോ, ആ ഒരു രീതിക്ക് എടുത്താൽ മതി. അപ്പോൾ ടേക്ക് ദ ഫ്ലോർ മീൻസ് മേക്ക് എ സ്പീച്ച്. നമുക്കൊരു ഫ്ലോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പ്രസംഗിക്കുക അല്ലെ, സ്പീച്ച് ചെയ്യും എന്നുള്ള മീനിങ്ങിൽ എടുക്കുക. ടേക്ക് ദ ഫ്ലോർ, മേക്ക് എ സ്പീച്ച്. അടുത്തത് ഓയിലി ടങ്. ഓയിലി ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ഓഫ് ഫ്ലാറ്ററി. ഓക്കെ, ഓയിലി ടങ് എന്താണ്, വേർഡ്സ് ഓഫ് ഫ്ലാറ്ററി. അതായത് നമ്മൾ ഒരാളെ പറഞ്ഞ് സുഖിപ്പിക്കുക അല്ലെ, സോപ്പിടുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഓയിലി ടങ്. നമ്മളങ്ങനെ പറഞ്ഞ് പതപ്പിക്കും അല്ലെ, സുഖിപ്പിക്കും. അപ്പോൾ അതിനെയാണ് ഓയിലി ടങ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേർഡ്സ് ഓഫ് ഫ്ലാറ്ററി. അടുത്തത് റൈറ്റിംഗ് ഓൺ ദ വാൾ. റൈറ്റിംഗ് ഓൺ ദ വാൾ മീൻസ് വാർണിംഗ് ആണ്, വാർണിംഗ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുമരിന്മേലേക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലേ, എന്താണ്, അപകടം, അപായ സൂചന, അല്ലെങ്കിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക അല്ലേ, അങ്ങനെയുള്ള ബോർഡൊക്കെ നമുക്ക് കാണാൻ വേണ്ടി അത് ചുമരിലും നമ്മൾ എഴുതി വെക്കാറുണ്ട് അല്ലേ. പട്ടിയുണ്ട് സൂക്ഷിക്കുക അല്ലെങ്കിൽ അപകട മേഖല എന്നൊക്കെ നമ്മൾ ചില ചുമരുകളിലൊക്കെ എഴുതി കാണാറുണ്ട്. അതെന്താണ്, വാർണിംഗ് കൊടുക്കുക അല്ലേ, വാർണിംഗ് ആണ്. അപ്പോൾ റൈറ്റിംഗ് ഓൺ ദ വാൾ മീൻസ് വാർണിംഗ് ആണ്. അടുത്തത് ഫാൻ ദ ഫ്ലെയിം. ഫാൻ ദ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ മേക്ക് വേഴ്സ് ദ സിറ്റുവേഷൻ. മേക്ക് വേഴ്സ് ദ സിറ്റുവേഷൻ ആണ് ഫാൻ ദ ഫ്ലെയിം എന്ന് പറയുന്നത് കേട്ടോ. അതായത് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് ഫാൻ ദ ഫ്ലെയിം എന്ന് പറയുന്നത്. മേക്ക് വേഴ്സ് ദ സിറ്റുവേഷൻ. അടുത്തത് ലെൻഡ് ആൻഡ് ഇയർ ടു. ലെൻഡ് ആൻഡ് ഇയർ ടു മീൻസ് ലിസൺ പേഷ്യൻ്റ്ലി. നമ്മളൊരാൾ പറയാൻ വേണ്ടി ഇങ്ങനെ ചെവി കൊടുക്കുക, ചെവി കൊടുത്തിരുന്ന എന്താണ്, അയാൾ നന്നായിട്ട് കേൾക്കുക അല്ലേ, ചെവി കൊടുത്തിരുന്ന് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ലിസൺ പേഷ്യൻ്റ്ലി എന്നുള്ള മീനിങ് ആണ് ലെൻഡ് ആൻഡ് ഇയർ ടു എന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ചെവി കൊടുക്കുക മീൻസ് എന്താ, നന്നായിട്ട് കേൾക്കുക. അടുത്തത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ് എന്താ, എക്സാക്ട്ലി എന്താണോ അത് പറയുക. സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്, അതിനെയാണ് ഹിറ്റ് ദ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആൻസർ പറയുന്ന കുട്ടി എങ്ങനെയാണ്, ഇങ്ങനെ തലയുടെ മേലേക്ക് വെച്ച് ഇങ്ങനെ വിരൽ വെച്ച് ഇങ്ങനെ കൊട്ടി ആലോചിച്ചിട്ട് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയും അല്ലേ. ആ ഒരു രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ സെഡ് എക്സാക്ട്ലി ദ റൈറ്റ് തിങ്. ഓക്കെ, ഒന്നുകൂടെ പറയാം ഇത്രയും വേർഡ്സ്. കട്ട് ദ മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ടു സക്സീഡ് ആണ്, അല്ലെങ്കിൽ ടു കം അപ്പ് ടു എക്സ്പെക്ടേഷൻസ്. ഫ്ലൈ ഇൻ ദ ഓയിൻമെൻറ്റ് മീൻസ് എ മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽ ദ സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. In a brown study, not paying attention in studies. Bosom friend means intimate friend. Hit the books means study. A slap on wrist means mild punishment. Field day, an enjoyable day. Beat about the bush, discuss a matter without coming to the point. Take the floor means make a speech. Oily tongue എന്ന് പറഞ്ഞാൽ words of flattery. Writing on the wall means warning. Fan the flame means make worse the situation. Lend an ear to means listen patiently. Hit the nail on the head means said exactly the right thing. അടുത്തത് വാക്സിങ് ആൻഡ് വാനിങ് മീൻസ് വൃദ്ധിക്ഷയം ഉണ്ടല്ലോ, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിനെയാണ് വാക്സിങ് ആൻഡ് വാനിങ് എന്ന് പറയാം കേട്ടോ. വാക്സിങ് ആൻഡ് വാനിങ്. എ ക്യൂർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഫിഷൊക്കെ പോയിട്ട് ഒരു ക്യൂവിൽ നിൽക്കുകയെന്ന് വിചാരിക്കാം. അതെങ്ങനെയാണ്, ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എ ക്യൂർ ഫിഷ് മീൻസ് എന്താ, സ്ട്രേഞ്ച് പേഴ്സൺ ആണ്. ഫിഷ് പോയിട്ട് ഒരു ക്യൂവിൽ നിൽക്കുക എന്ന് പറയുന്നത് സ്ട്രേഞ്ച് ആണെന്ന് ഓർത്താൽ മതി. അടുത്തത് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. നമ്മൾ പൂച്ചേനെ എടുത്ത് ബാഗിൻ്റെ പുറത്തോട്ട് വിടാമെന്ന് മീൻസ് എന്താ, റിവീൽ എ സീക്രട്ട് കേട്ടോ. നമ്മളൊരു രഹസ്യം
പുറത്താകുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് മീൻസ് റിവീൽ എ സീക്രട്ട്. ബെൽ ദ കാറ്റ് മീൻസ് എന്താ? ടു ഡു എ റിസ്കി ഡീൽ. അതായത് ഇപ്പോൾ പൂച്ചയ്ക്ക് 6 മണി കിട്ടും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പൂച്ചയ്ക്ക് 6 മണി കിട്ടും മീൻസ് അങ്ങനെ ഒരു റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ആര് ചെയ്യും എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അപ്പോൾ ബെൽ ദ കാറ്റ് എന്ന് പറയുമ്പോൾ ടു ഡു എ റിസ്കി ഡീലാണ്. അടുത്തത് അക്കിലിസ് ഹീൽ മീൻസ് വീക്ക് പോയിന്റ് ആണ് കേട്ടോ, വീക്ക് പോയിന്റ്. അടുത്തത് അറ്റ് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകെ ഒരു കൺഫ്യൂഷനാണ് അല്ലേ? അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല, അവരോടും പറയാൻ പറ്റില്ല, ഇവരോടും പറയാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയല്ലേ നമ്മൾ പറയാം ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് വിട്ടുപോയി എന്ന് പറയും അല്ലേ? അപ്പോൾ അറ്റ് സീ എന്ന് പറയുമ്പോൾ നടുക്ക് വിട്ടുപോയി, കടലിൻ്റെ നടുക്ക് എന്ന് മീൻസ് എന്താ? കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ. അടുത്തത് ഹോൾ ആൻഡ് കോർണർ മീൻസ് സീക്രട്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളൊരു ഹോൾ വെച്ചിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാളിൽ ഹോൾ ഇടുന്നത് സീക്രട്ട് അറിയാനാന്ന് പറഞ്ഞ് പഠിച്ചു. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഹോൾ ആൻഡ് കോർണർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഹോൾ ഇടുന്നത് സീക്രട്ട് പറയാനാന്നുള്ള രീതിയിൽ ഓർക്കാം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു കോർണറും കൂടി ഉണ്ട്, അതും കൂടെ ഓർക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഹാളിലൊക്കെ നമ്മൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അവിടെ നിന്ന് ആരെങ്കിലും നമ്മൾ സീക്രട്ട് പറയുമോ? ഇല്ല. ഹാളിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മളൊരു സീക്രട്ട് പറയണമെങ്കിൽ ആരോടാണോ പറയേണ്ടത് അയാൾ ഒരു കോർണറിലോട്ട് വിളിച്ചിട്ട് പോയിട്ടാണ് നമ്മൾ സീക്രട്ട് പറയുക അല്ലേ? ഹോളിൽ നിന്നും കോർണറിലോട്ട് വിളിച്ചിട്ട് പോയിട്ടാണ് നമ്മൾ സീക്രട്ട് പറയുക. അപ്പോൾ ഹോൾ ആൻഡ് കോർണർ മീൻസ് സീക്രട്ട്. അടുത്തത് ദ ഫെദേഴ്സ് ഫ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യും, ആർഗ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്താണ് പക്ഷികളുടെ തൂവലൊക്കെ കൊഴിഞ്ഞു പോകുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. 2 പക്ഷികൾ തമ്മിലിപ്പോൾ ഇങ്ങനെ അടി കൂടാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ കോഴികളെ തന്നെ എടുത്തോ. ഇപ്പോൾ കോഴികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊത്തു പണയുന്ന സമയത്ത് 2 പേരും കൂടെ നല്ല ഫൈറ്റും ആർഗ്യൂ നടക്കുന്ന സമയത്തായിരിക്കും അവരുടെ തൂവലുകളൊക്കെ പൊഴിഞ്ഞു പോകുക അല്ലേ? അപ്പോൾ ദ ഫെദേഴ്സ് ഫ്ലൈ മീൻസ് ടു ഫൈറ്റ് ആൻഡ് ആർഗ്യൂ എ ലോട്ട്. അടുത്തത് ഗോ ബൈ ദ ബുക്ക് മീൻസ് ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി. അപ്പോൾ ഗോ ബൈ ദ ബുക്കിൻ്റെ പിന്നാലെ പോവുക മീൻസ് എന്താ? ബുക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ലോ, ഓക്കെ, നിയമവുമായി ബന്ധപ്പെട്ട ബുക്കാണ് പറയുന്നത്. അപ്പോൾ ടു ഫോളോ ദ റൂൾസ് എക്സാക്ട്ലി, ആ നിയമത്തിൻ്റെ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. വിയർ യുവർ ഹേർട്ട് ഓൺ യുവർ സ്ലീവ്. എന്താണ്? ടു ഷോ യുവർ ട്രൂ ഇമോഷൻ. അപ്പോൾ ഹേർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഹേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മൊത്തം എമോഷൻ എന്നുള്ള മീനിങ് എടുക്കാം. അത് നമ്മൾ ആ ഹേർട്ടിനെ എടുത്തിട്ട് നമ്മുടെ സ്ലീവിൽ നമ്മളതിനെ വെക്കുക. മീൻസ് എന്താ? മറ്റുള്ളവരെ മൊത്തത്തിൽ എന്താണോ നമ്മുടെ ട്രൂ ഇമോഷൻ അത് കാണിക്കുക എന്നുള്ളൊരു മീനിങ് അല്ലേ? അപ്പോൾ വിയർ യുവർ ഹേർട്ട് ഓൺ യുവർ സ്ലീവ് ടു ഷോ യുവർ ട്രൂ ഇമോഷൻ. അടുത്തത് നോട്ട് മേക്ക് ഹെഡ് ഓർ ടെയിൽ. ഹെഡും അല്ല ടെയിലും അല്ല. മീൻസ് എന്താ? നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഒരു കാര്യം മനസ്സിലാവുന്നില്ല, ഹെഡും അല്ല ടെയിലും അല്ല, ഏതാന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു മീനിങ്. നോട്ട് മേക്ക് ഹെഡ് ഓർ ടെയിൽ, നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഡോങ്കീസ് ഇയർ എന്താ? എ ലോങ് ടൈം. എങ്ങനെ നമുക്ക് ഓർക്കാം? ഡോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊതുവെ ബുദ്ധിയില്ലാത്ത അല്ലേ മൃഗമാണ് ഡോങ്കി എന്നാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഒരു വിഡ്ഢിയായിട്ടുള്ളതാണ് കഴുത. അപ്പോൾ കഴുതയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെങ്കിൽ എന്താ? ലോങ് ടൈം എടുക്കണം അല്ലേ? ആ ഒരു രീതിക്ക് എടുത്താൽ മതി. ഡോങ്കീസ് ഇയർ മീൻസ് ലോങ് ടൈം ആണ് കേട്ടോ, ഇയർ ആണ് കേട്ടോ, വൈയുണ്ട്. എ മാൻ ഓഫ് ലെറ്റേഴ്സ് മീൻസ് സ്കോളാറാണ്, ജ്ഞാനി സ്കോളാർ. മാൻ ഓഫ് ലെറ്റേഴ്സ്, അപ്പോൾ ലെറ്റേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ജ്ഞാനിയായിരിക്കുമല്ലോ, സ്കോളർ ആയിരിക്കും. അടുത്തത് അണ്ടർ എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ അണ്ടർ സസ്പീഷൻ ആണ് കേട്ടോ. അണ്ടർ എ ക്ലൗഡ് മീൻസ് അണ്ടർ സസ്പീഷൻ. ഓക്കെ, അത് ഓർത്തിരിക്കുക. അണ്ടർ എ ക്ലൗഡ്, അതായത് ഒരു ഡൗട്ടാണ് ഇവിടെ പറയുന്നത്, ഡൗട്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് അണ്ടർ എ ക്ലൗഡ് അല്ലേ? ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മേഘം. അപ്പോൾ മേഘമൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു ഡൗട്ട് വരും, ഇന്ന് മഴ പെയ്യില്ലയോ അല്ലേ? മേഘമൊക്കെ ആകെ കറുത്ത് ഇരുണ്ട് നിൽക്കുന്നുണ്ട്, അപ്പോൾ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് വരും നമുക്ക്. അപ്പോൾ അണ്ടർ എ ക്ലൗഡ്, അണ്ടർ സസ്പീഷൻ, ഡൗട്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. വാക്സിങ് ആൻഡ് വാനിങ് മീൻസ് വൃത്തിക്ഷയങ്ങൾ. എക്യൂർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺ. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, റിവീൽ എ സീക്രട്ട്. ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡു എ റിസ്കി ഡീൽ. അഖിലീസ് ഹീൽ മീൻസ് വീക്ക് പോയിന്റ്. അറ്റ് സീ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ്. ഹോൾ ആൻഡ് കോർണർ മീൻസ് സീക്രട്ട്. ദ ഫെദേഴ്സ് ഫ്ലൈ ടു ഫൈ ആൻഡ് ആർഗ്യൂ എ ലോട്ട്. Go by the book means to follow the rules exactly. Wear and hurt on your sleeve means to show your true emotion. Not make head or tail means not able to understand anything. Donkey's ear means a long time. A man of letters means scholar. Under a cloud means under suspicion. Next, face the music. Face the music means face the consequences. അത് ഓർക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക്കിൻ്റെ ഒരു ABCD അറിയാത്ത ഒരാൾ പാട്ട് പാടാമെന്ന് വിചാരിക്കാം. പാട്ടിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾ പാട്ട് പാടാണ്. അപ്പോൾ പാട്ട് പാടാൻ നിൽക്കുമ്പോൾ എന്താ അത് കഴിഞ്ഞ് വരുന്ന കോൺസിക്വൻസസ് അയാളെ തന്നെ ഫേസ് ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഒരു രീതിക്ക് ഓർത്താൽ മതി. ഫേസ് ദ മ്യൂസിക് മീൻസ് ഫേസ് ദ കോൺസിക്വൻസസ്.
ടു സ്പിൽ ദ ബീൻസ്. ടു സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റിവീൽ എ സീക്രട്ട് ആണ് കേട്ടോ. അതായത് ഇവിടെ എന്താ തുളുമ്പ്, സ്പിൽ ദ ബീൻസ് മീൻസ് ഇപ്പോൾ ബീൻസ് ഒക്കെ ആക്കി വെക്കുന്നത് ഒരു ചാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുവാണ് ബീൻസ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ തുളുമ്പി പുറത്തേക്ക് 1-2 ബീൻസൊക്കെ ചാടിപ്പോയി. അപ്പോൾ എന്താണ് അതിനകത്ത് ബീൻസാന്നുള്ള സീക്രട്ട് എല്ലാവരും അറിഞ്ഞു അല്ലേ, ടു റിവീൽ എ സീക്രട്ട്. ഓക്കെ, ആ രീതിക്ക് ജസ്റ്റ് ഓർക്കുക കേട്ടോ. ടു സ്പിൽ ദ ബീൻസ് മീൻസ് ടു റിവീൽ എ സീക്രട്ട്. അടുത്തത് ടു പുൾ എ ലോങ് ഫേസ്. ടു പുൾ എ ലോങ് ഫേസ് മീൻസ് ടു ലുക്ക് സാഡ് ആണ് കേട്ടോ, ടു ലുക്ക് സാഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫേസ് എന്താ സാധാരണ ഇരിക്കുന്ന പോലെയാണ് അല്ല, അപ്പോൾ കുറച്ച് ലോങ് ഫേസ് ആവും എന്നുള്ളത്. നമ്മൾ വലിഞ്ഞ് മുറുകി ആകെപ്പാടെ വിഷമിച്ച് അല്ലേ, അപ്പോൾ ഒരു ലോങ് ഫേസ്. ടു പുൾ എ ലോങ് ഫേസ് മീൻസ് ടു ലുക്ക് സാഡ്. അടുത്തത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബ്ലാക്ക് ആൻഡ് ബ്ലൂ മീൻസ് ബാഡ്ലി ബ്രൂയിസ്ഡ്. അതായത് ഈ എന്താ കരിവാളിപ്പ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആകെ കരിവാളിച്ചു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിനെയാണ്, അല്ലെങ്കിൽ അടിയും ഇടിയൊക്കെ കൊണ്ട് ആകെ കരിവാളിച്ചു എന്നുള്ളൊരു മീനിങ്ങൊക്കെയാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ. ബാഡ്ലി ബ്രോയിസ്ഡ്, ഇത് PYQ ആണ് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. എല്ലാ വേർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസംബ്ലൻസ് ടു ദി പാരൻസ്. ഇപ്പോൾ ഒരു ഓൾഡ് ബ്ലോക്ക് നമ്മൾ എടുത്തു, അതിൽ ഒരു ചിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഓൾഡ് ബ്ലോക്കിൻ്റെ അതേ റിസംബ്ലൻസ് ഉള്ളതായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ റിസംബ്ലൻസ് ടു പാരൻസ് എന്നുള്ള മീനിങ് ആണ് ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക്. സ്നേക്സ് ഇൻ ദ ഗ്രാസ്. സ്നേക്ക് ഇൻ ദ ഗ്രാസ് മീൻസ് എ ഹിഡൻ എനിമി. നമുക്കറിയാം ഈ ഗ്രാസിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പാമ്പുകളൊക്കെ ഇരിക്കുന്നത് എങ്ങനെയാണ് അല്ലേ, ഒരു ഹിഡൻ എനിമീനെ പോലെയാണ് അല്ലേ. അത് നമ്മൾക്ക് വരുന്നതും അറിയില്ല, കടിക്കുന്നതും അറിയത്തില്ല. അപ്പോൾ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, എ ഹിഡൻ എനിമി. അടുത്തത് സാലഡ് ഡേയ്സ്. സാലഡ് ഡേയ്സ് മീൻസ് അഡോളസെൻസ്. അപ്പോൾ അഡോളസെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ടീനേജ് അല്ലേ, യൂത്തിനെ ഓർക്കാം. അപ്പോൾ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു ടീനേജ് ആ ഒരു രൂപത്തിൽ തന്നെ നമ്മൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, സാലഡൊക്കെ കഴിക്കണം അല്ലേ. അപ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ല നമ്മൾ യൂത്തിനെ പോലെ തന്നെ എപ്പോഴും ഇരിക്കുക എന്നുള്ള രീതിക്ക് സാലഡ് ഡേയ്സ്. സാലഡ് ഡെയിലി കഴിക്കുമ്പോൾ നമ്മൾ അഡോളസെൻസ്. ഓക്കെ, ആ രീതിക്ക് ഓർക്കാം. അടുത്തത് മാൻ ഓഫ് സ്ട്രോ. മാൻ ഓഫ് സ്ട്രോ മീൻസ് എ മാൻ ഓഫ് നോ സബ്സ്റ്റൻസ്. അതിനകത്ത് ഒന്നുമില്ല അല്ലേ, ഒരു വീക്കായിട്ടുള്ളൊരു ആളാണ്. അപ്പം മാൻ ഓഫ് സ്ട്രോ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ എന്താ സ്ട്രോ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല, അത് വീക്കായിരിക്കും അല്ലേ. മാൻ ഓഫ് നോ സബ്സ്റ്റൻസ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഹാൻഡ് ഇൻ ഗ്ലോവ്. ഹാൻഡ് ഇൻ ഗ്ലോവ് മീൻസ് വെരി ഇൻറ്റിമേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഗ്ലോവ്സ് ഇട്ടു എന്ന് വിചാരിക്കാം, നമ്മുടെ കയ്യിൽ ഇട്ടത് പോലും അറിയില്ല, അവർ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടാണ് കയ്യിൽ ഗ്ലോവ് ഇങ്ങനെ കിടക്കുക അല്ലേ. അപ്പോൾ ഹാൻഡ് ഇൻ ഗ്ലോവ് മീൻസ് എന്താ, വെരി ഇൻറ്റിമേറ്റ്. അടുത്തത് ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് ഇറഗുലർലി ആണ്. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് ഇറഗുലർലി. അപ്പോൾ ഇറഗുലർലി എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫിറ്റ്സ് എന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ നമുക്ക് ഫിറ്റ് എടുക്കാം. ഫിറ്റ് ഇപ്പോൾ മദ്യപിച്ച് നല്ല ഫിറ്റായിട്ടുള്ള ആളുകളൊക്കെയാണെന്ന് വിചാരിക്കാം. അവരെങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ട് ഇറഗുലർലി ആയിട്ടായിരിക്കും അല്ലേ സംസാരിക്കുന്നതാണെങ്കിലും നടക്കുന്നതാണെങ്കിലും ഇങ്ങനെ ആടി ഇറഗുലർലി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് ഇറഗുലർലി. അടുത്തത് ഗ്രീസ് ദ പാം. ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രൈബ് ആണ്, ടു ബ്രൈബ്. ഓക്കെ, അതായത് കൈക്കൂലി വാങ്ങിക്കുക. അപ്പോൾ ഗ്രീസ് ദ പാം. അപ്പോൾ നമ്മൾ കൈക്കൂലി വാങ്ങിക്കുന്നത് എങ്ങനെയാണ്, നമ്മുടെ പാമ്പും കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. നമ്മുടെ പാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈക്കൂലി വാങ്ങിക്കുന്നത് എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഗ്രീസ് ദ പാം, ടു ബ്രൈബ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് ആണ് കേട്ടോ, ലാസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സ്വാൻ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മളൊരു സ്വാനിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതൊരു ദിവസം നിന്ന് ഇങ്ങനെ സ്വാൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഭാഷയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടാണ്. അപ്പോൾ നമ്മൾ അന്ന് അതിനെ അറക്കാൻ വിചാരിക്കാം. ഓക്കെ, ആ സ്വാനിനെ പിടിച്ച് നമ്മൾ കൊല്ലാൻ വിചാരിച്ചിരിക്കണം, നല്ല കറിയൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ പറയാണ്, നീ പാട്, ഇത് നിൻ്റെ അവസാനത്തെ പാട്ടാണ് അല്ലേ, അവസാനത്തെ പെർഫോമൻസ് ആണ്, നീ പാടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് ജസ്റ്റ് ഓർത്താൽ മതി. സ്വാൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ്. ഓക്കെ, അടുത്തത് വെറ്റ് ബ്ലാങ്കറ്റ്. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂസ്ലെസ് പേഴ്സൺ ആണ്, യൂസ്ലെസ് പേഴ്സൺ. ഇപ്പോൾ ബ്ലാങ്കറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, മഴക്കാലത്ത് അല്ലേ, നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് വെറ്റായിട്ടുള്ളതാണെങ്കിലോ അത് യൂസ്ലെസ് അല്ലേ, നമുക്കൊരു ഉപയോഗം ഉണ്ട് അതുകൊണ്ട് ഇല്ല. അപ്പോൾ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂസ്ലെസ് പേഴ്സൺ. ഓക്കെ, അടുത്തത് ടങ് ഇൻ ചീക്ക് മീൻസ് എ ഹാംലെസ് ജോക്ക്. നമ്മളിപ്പോൾ ഇങ്ങനെ എന്താ, നമ്മുടെ വിജയുടെ സിനിമ കണ്ടിട്ടുണ്ടോ, വിജയുടെ എപ്പോഴും ഇങ്ങനെ കവിളിനകത്തോട്ട് ഇങ്ങനെ നാക്കിട്ടിട്ടൊരു ഇത് ചെയ്യാറുണ്ട് അല്ലേ, അതെന്താണ്, ഒരു ഹാംലെസ് ജോക്കാണ്. ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ചിരി വരും അല്ലേ, ഒരു ഹാംലെസ് ജോക്കാണ് എന്നുള്ള രീതിക്ക് ടങ് ഇൻ ചീക്ക്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും വേർഡ്സ് ഒന്നുകൂടെ പറയാം. ഇഡിയംസ് നോക്കാം. ഫേസ് ദ മ്യൂസിക് എന്താ, ഫേസ് ദ കോൺസിക്വൻസസ്. ടു സ്പിൽ ദ ബീഡ്സ്, കോഡ് ഓർമ്മയുണ്ടോയെന്ന് നോക്കാം കേട്ടോ. ടു റിവീൽ എ സീക്രട്ട്, ടു പുൾ എ ലോങ് ഫേസ്, ടു ലുക്ക് സാഡ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ, ബാഡ്ലി ബ്രൂസ്ഡ്, ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് മീൻസ് റിസംബ്ലൻസ് ടു ദി പാരൻസ്, സ്റ്റേക്ക് ഇൻ ദ ഗ്രാസ്, എ ഹിഡൻ എനിമി, സാലഡ് ഡേയ്സ്, അഡോളസെൻസ്, മാൻ ഓഫ് സ്ട്രോ, എ മാൻ ഓഫ് നോ സബ്സ്റ്റൻസ്,
Hand in glove, very intimate. In fits and starts irregularly. Grease the palm to bribe. Swan song means last performance. Wet blanket means a useless person. Tongue in cheek means a harmless joke. Next, a stone's throw. A stone's throw means at a short distance. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കല്ല് തന്നിട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം പോകും? കുറച്ച് ദൂരമല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു കല്ല് കൊണ്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിൽ എ സ്റ്റോൺസ് ത്രോ മീൻസ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. അടുത്തത് ബ്ലൂ മൂൺ. ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഒരു റയർ ഇവൻറ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന മൂണിൻ്റെ നിറമൊക്കെ നമുക്കറിയാമല്ലോ, ഒരു യെല്ലോ കളർ അല്ലേ വൈറ്റ് കളറിലൊക്കെ നമ്മൾ മൂണ് കാണാറുണ്ട്. പക്ഷേ ബ്ലൂ കളറിൽ കാണുന്നവർ എന്ന് പറയുമ്പോൾ കാണാറൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും റയർ ആണ് അല്ലേ. അപ്പോൾ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് ഒരു റയർ ആയിട്ടുള്ള കാര്യമാണ്, റയർ ഇവൻ്റ് ആണ്. ഓക്കെ. അടുത്തത് സ്റ്റോം ഇൻ എ ടീ കപ്പ്. സ്റ്റോം ഇൻ എ ടീ കപ്പ് മീൻസ് അൺഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ് കേട്ടോ. അൺഇമ്പോർട്ടൻറ്റ് ഇവൻ്റ് ആണ് സ്റ്റോം ഇൻ എ ടീ കപ്പ്. Then all Greek to me. All Greek to me means something which cannot be understood. Something which cannot be understood ആണ് all Greek to me. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്ക് എന്നുണ്ട് അല്ലേ. ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് നമ്മളോട് ഗ്രീക്ക് ഭാഷയിൽ സംസാരിച്ചു എന്ന് വിചാരിക്കാം, നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലേ ഗ്രീക്ക് ഭാഷയിൽ സംസാരിച്ചാൽ. അപ്പോൾ ഓൾ ഗ്രീക്ക് ടു മീ മീൻസ് സംതിങ് വിച്ച് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. അടുത്തത് ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ്. ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് മീൻസ് മേക്ക് പ്രോഫിറ്റ് വെൻ അതേഴ്സ് ആർ ഇൻ ട്രബിൾ. മറ്റൊരാൾ പ്രശ്നത്തിലായിരിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രശ്നമുള്ള വാട്ടത്തിൽ ട്രബിൾ വാട്ടേഴ്സിൽ പോയിട്ട് മീൻ പിടിക്കുക, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. അപ്പോൾ എന്താ, മറ്റുള്ളൊരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ്. ഓക്കെ. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് മീൻസ് റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ. ഇപ്പോൾ നമ്മൾ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിതറിപ്പോയ പാല്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പാല് പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് നമ്മുടെ മോളോ മോനോ പോയിട്ട് ആ പാലിനെ അറിയാതെ തട്ടിയിട്ടു, അത് ചിതറിപ്പോയി. അത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ പാല് പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് കഴിഞ്ഞു പോയി അല്ലേ, പാസ്റ്റാണത്, അത് കഴിഞ്ഞു പോയതാ. അതിനെക്കുറിച്ച് കരഞ്ഞതുകൊണ്ട് ആ പാല് പാത്രത്തിൽ കയറുമോ? ഇല്ല. അപ്പോൾ അത് റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ ആണ്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. പാല് ചിതറിപ്പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ, പാല് പോയതാണ്. അപ്പോൾ റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ. അടുത്തത് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഈസി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പീസ് കേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ തിന്നുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. അടുത്തത് ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ബോൾട്ട് ഫ്രം ദ ബ്ലൂ മീൻസ് അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആണ്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റിനെയാണ് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കാം, പെട്ടെന്ന് ഇങ്ങനെ ബോൾട്ട് ഇളകിപ്പോയി, വണ്ടിയുടെ നട്ടും ബോൾട്ടൊക്കെ ഇളകിപ്പോയി. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണോ? അൺഎക്സ്പെക്റ്റഡ് ആണല്ലേ. ജസ്റ്റ് അങ്ങനെ ഓർത്താൽ മതി. ബോൾട്ട് ഫ്രം ദി ബ്ലൂ മീൻസ് an unexpected event. At 6s and 7s. At 6s and 7s means in a state of confusion. അപ്പോൾ അതിൽ തന്നെയുണ്ട് 6s and 7s അല്ലേ, 6ഉം 7ഉം. ഇപ്പോൾ 6ആണോ 7ആണോ അല്ലേ, ആ ഒക്കെ പാടെ ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അത് 6s and 7s in a state of confusion. Head over wheels. Head over heels means very excited. Very excited. അപ്പോൾ ഹെഡ് ഓവർ ഹീൽസ്, ഹീൽസിന് മുകളിൽ ഹെഡ്. അപ്പോൾ എന്താ, നമ്മൾ തലകുത്തനെ നിൽക്കുന്നത് എപ്പോഴാണ്? നമ്മൾ വളരെ എക്സൈറ്റഡ് ആകുമ്പോഴാണ് അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഓർത്താൽ മതി, സന്തോഷം കൊണ്ട് നമ്മൾ തലയും കുത്തി നിൽക്കുന്നത് അല്ലേ, ആ ഒരു രീതിക്ക് എക്സൈറ്റഡ് ആകുമ്പോഴാണ് തലയും കുത്തി നിൽക്കുന്നത്. അപ്പോൾ ഹെഡ് ഓവർ ഹീൽസ് മീൻസ് വെരി എക്സൈറ്റഡ്. അടുത്തത് ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ ആൻഡ് ഒമേഗ മീൻസ് ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. അപ്പോൾ നമ്മൾ റേസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ തുടക്കത്തിൽ ആര് വരും? ആൽഫ വരും, അവസാനമാണ് ഒമേഗ വരുന്നത്. അപ്പോൾ ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ആ ഒരു രീതിക്ക് ഓർക്കാം. ലയൺ ഷെയർ. ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താ, സിംഹഭാഗം നിനക്കാണ് എന്ന് പറഞ്ഞാൽ എന്താ, മേജർ പാർട്ട് അല്ലേ, സിംഹഭാഗം. ലയൺ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പാർട്ട്, ഏറ്റവും വലിയ പാർട്ട് നിനക്കാണ്, സിംഹഭാഗം അല്ലേ. അടുത്തത് അറ്റ് വൺസ്. അറ്റ് വൺസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി ആണ്, ഇമ്മീഡിയറ്റ്ലി കേട്ടോ. അറ്റ് വൺസ്, ഇമ്മീഡിയറ്റ്ലി. ടൂത്ത് ആൻഡ് നെയിൽ. ടൂത്ത് ആൻഡ് നെയിൽ എന്താ, വിത്ത് ഓൾ പവർ. അതായത് പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ അവനെ എതിർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പല്ലും നഖവും ഉപയോഗിച്ച് മാന്തി എന്നാണോ? അല്ല, വിത്ത് എല്ലാ പവറോടും കൂടി അല്ലേ, വിത്ത് ഓൾ പവർ നമ്മൾ അവനെ എതിർത്തു. അപ്പോൾ ടൂത്ത് ആൻഡ് നെയിൽ അല്ലേ, പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു എന്ന് പറയാം, വിത്ത് ഓൾ പവർ. ഡൗട്ടിങ് തോമസ്. ഡൗട്ടിങ് തോമസ് എന്താ, പേര് പോലെ തന്നെയാണ്, ഡൗട്ടാണ് എല്ലാത്തിനും. വൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എ പ്രൂഫ്. ഒരു പ്രൂഫ് ഇല്ലാതെ, ഒരു തെളിവില്ലാതെ ഒന്നിനെയും വിശ്വസിക്കില്ല, അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ഡൗട്ടിങ് തോമസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ എ സ്റ്റോൺസ് ത്രോ മീൻസ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. ബ്ലൂ മൂൺ മീൻസ് എ റെയർ ഇവൻറ്റ്. സ്റ്റോം ഇൻ എ ടീ കപ്പ് മീൻസ് അൺഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്. ഓൾ ഗ്രീക്ക് ടു മീ സംതിങ് വിച്ച് cannot be understood. Fish in troubled waters, make profit when others are in trouble. Cry over spilt milk means regret over a past action. A piece of cake means really easy. Bolt from the blue means an unexpected event. At 6s and 7s mean in state of confusion.
Head over heels means very excited. Alpha and omega means the beginning and the end. Lion's share means major part. At once means immediately. Tooth and nail means with all power. Doubting Thomas means one who does not believe anything without a proof. Okay? അപ്പോൾ നമ്മൾ 100 ഇഡിയംസ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 100 ഇഡിയംസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണം, ടോപ്പിക് വൈസ് വേണം എന്നുള്ളവരുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. ഈ ഇഡിയംസ് നമ്മളിപ്പോൾ പഠിച്ച 100 ഇഡിയംസ് ഉണ്ടല്ലോ, ഇതിൻ്റെ PDF ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അവിടെ നിന്ന് നമുക്ക് വായിക്കാം.